നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൂവപ്പള്ളിയിൽ യുവതിയെയും യുവാവിനെയും വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഇടുക്കി തുരുത്തിയിൽ സ്വദേശി ഷേർലി മാത്യു എന്ന 45 വയസ്സുകാരിയാണ് കൊല്ലപ്പെട്ടത്. കോട്ടയം ആലുമൂട് കുരുട്ടുപറമ്പിൽ സ്വദേശി ജോബ് സക്രിയയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷേർലിയെ കഴുത്തിന് കുത്തി പരിക്കേൽപ്പിച്ചാണ് ജോബി സക്രിയ കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇരുവരും തമ്മിൽ അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്നതായാണ് പോലീസിന് സൂചന ലഭിച്ചിട്ടുള്ളത്. 6 മാസം മുൻപാണ് ഷേർലി കൂവപ്പള്ളിയിലേക്ക് താമസം മാറിയത്. തുടർന്ന് ഇവർ ജോബ് സക്രിയയുമായി അടുപ്പത്തിലാവുകയായിരുന്നു. ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നതായും ഇത് സംബന്ധിച്ച് തർക്കങ്ങൾ പതിവായിരുന്നതായും പോലീസ് പറഞ്ഞു. ഷേർലിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് ജോബ് തർക്കത്തിലേർപ്പെടുകയായിരുന്നു. ഈ വിഷയങ്ങളെ ചൊല്ലി ഉണ്ടായ തർക്കങ്ങൾ തുടർന്ന് ജോബിനെതിരെ ഷേർലി കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നതായും സൂചനയുണ്ട്. ഈ തർക്കങ്ങളാണോ ദാരുണമായ ഈ സംഭവത്തിലേക്ക് നയിച്ചതെന്നടക്കമുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. നാട്ടുകാരുമായോ അയൽവാസികളുമായോ ഇവർ കാര്യമായ ബന്ധം പുലർത്തിയിരുന്നില്ല. ജോബിനെ കുറിച്ച് ഭർത്താവ് മരിച്ചെന്നും വിവാഹബന്ധം വേർപെടുത്തിയെന്നും ഉൾപ്പെടെ പല കഥകളും ഷേർലി പലരോടുമായി പങ്കുവച്ചിരുന്നതായും നാട്ടുകാർ പറയുന്നു. ഞായറാഴ്ച രാത്രി 9 മണിയോടുകൂടിയാണ് സംഭവം. ഷേർലിയെ ഫോണിൽ ലഭിക്കാത്തതിനെ തുടർന്നതോടുകൂടിയാണ് ഈ പോലീസിന് വിവരം അറിയിക്കുകയും തുടർന്ന് അന്വേഷണ സംഘം വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് ഈ പറയുന്ന ഷേർലിയുടെ മൃതശരീരം തറയിൽ കിടക്കുകയും അതിന് തൊട്ട് മുകളിലായി തന്നെ ഈ പറയുന്ന ജോബ് തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുകയും ചെയ്തത്. ജോബ് സക്രിയെ വീടിന്റെ സ്റ്റെയർ കേസിൽ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തുകയായിരുന്നു. 6 മാസം മുൻപാണ് ഷേർലിയും ജോബും കൂവപ്പള്ളിയിൽ വാടകയ്ക്ക് താമസിക്കാനായി എത്തിയത്. വീട് ഷേർലിയുടെ പേരിലായിരുന്നു. കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പി സാജു വർഗീസ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. ഫോറൻസിക് സംഘവും വീട്ടിൽ വിശദമായ പരിശോധന നടത്തിയിട്ടുണ്ട്. ഇരുവരുടെയും ബന്ധുക്കളിൽ നിന്ന് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. നിലവിൽ വീട് പോലീസ് സീൽ ചെയ്തിരിക്കുകയാണ്. ഈ സയന്റിഫിക് വിദഗ്ധരെത്തിയ ശേഷം കൂടുതൽ പരിശോധനകൾ നടത്തും. ഈ സംഭവം കൂവപ്പള്ളി ഗ്രാമത്തിൽ വലിയ ഞെട്ടലിനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന വീട്ടിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. അവിടെ ഒരു ഭാര്യ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു യുവതി ഉണ്ടാകും, യുവതിയോടൊപ്പം ഒരു പുരുഷൻ ഉണ്ടാകും. അതൊരു പക്ഷെ യുവതി പറയുന്നത് അതെന്റെ സഹോദരനാണെന്ന് പറയാം, അതെന്റെ സുഹൃത്താണെന്ന് പറയാം, അതിന്റെ ഭർത്താവാണെന്ന് പറയാം. പുറത്തുള്ളവർക്ക് ഒന്നും അറിയില്ല. പണ്ട് ചില ട്രോളുകളൊക്കെ വരാറുണ്ട്, ഗ്രാമപ്രദേശത്ത് CCTVയുടെ ആവശ്യമില്ല, അവിടുത്തെ നാട്ടുകാർ മതിയെന്ന്. ഇവിടെയൊക്കെ തന്നെ ഇത്തരം നാട്ടുകാരുടെ ആവശ്യം കൂടി വരികയാണ്. കാരണം സംശയം ആകുന്ന സാഹചര്യത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും അവിടുത്തെ പ്രസിഡന്റോ അവിടുത്തെ മറ്റ് ജനപ്രതിനിധികളോ അവരോട് കാര്യങ്ങൾ തിരക്കാമായിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങൾ പറയുമായിരുന്നു, അല്ലെങ്കിൽ പോലീസിൽ ഒരു വിവരം അറിയിച്ചാൽ ഇത്തരത്തിലൊരു ഒരു കേസ് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാമായിരുന്നു. പക്ഷെ ഇവർ തമ്മിൽ എന്താണ് ബന്ധമെന്നോ എന്താണ് പ്രശ്നമെന്നോ ആർക്കും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇവരെക്കുറിച്ച് ആരും ചിന്തിച്ചതുപോലും ഇല്ലായിരുന്നു എന്നാണ്. എന്നാൽ ചിലരോട് പറഞ്ഞിരുന്നത് തന്റെ സഹോദരനാണ് ഇയാൾ എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇത്തരത്തിലുള്ള അവിഹിത ബന്ധങ്ങളും അതുപോലെയുള്ള സാമ്പത്തികപരമായ ഇടപെടലിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും വഴിവെക്കുന്നത് പലതരത്തിലുള്ള കൊലപാതകങ്ങളിലേക്കാണ്. ഇത് മുൻപും സമാനമായ രീതിയിലുള്ള കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ആഴ്ചയാണ് അച്ഛനും സ്വന്തം മക്കളായ 2 പേരെയും സ്വന്തം അമ്മയെയും കൊന്നതിന് ശേഷം അച്ഛൻ ആത്മഹത്യ ചെയ്ത ഒരു വാർത്ത നമ്മൾ കണ്ടത്. അതിനുശേഷം അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ വന്നതിന് ശേഷമൊക്കെ തന്നെ രൂക്ഷമായ പലതരത്തിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വന്നത്. മരണപ്പെട്ട പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് മുറിവുണ്ടായിരുന്നുവെന്നും അതിന് ആ വീട്ടിലെ മുത്തച്ഛനാണ് കാരണക്കാരനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില വാർത്തകളും ഒക്കെ വന്നിരുന്നു. അത് പക്ഷേ കൂടുതലായി തന്നെ പ്രചരിക്കുകയും ഒന്നും ചെയ്തിരുന്നില്ല എന്നുള്ളതാണ്. അതിനു മുൻപ് സ്വന്തം അച്ഛനെ മകൻ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. അച്ഛനെ മാത്രമല്ല അമ്മയും ഒക്കെ തന്നെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. അവിടെ സാമ്പത്തിക ബുദ്ധിമുട്ടല്ല, മറിച്ച് ഈ ലഹരിക്ക് അടിമയായ മകന് അച്ഛൻ പണം നൽകുന്നില്ല എന്നത് ആരോപിച്ചായിരുന്നു പ്രശ്നം. അവിടെ ഇട്ടുമൂടാനുള്ള പൂത്ത പണം ഉണ്ടായിട്ട് പോലും മകന്റെ ലഹരിപ്പെട്ടുപോയ മകന്റെ ഈ ഒരു സ്വഭാവ രീതി നിയന്ത്രിക്കാൻ ആ അച്ഛന് കഴിയാതെ പോയി. ഒടുവിൽ ആ അച്ഛന്റെ മരണം സ്വന്തം മകന്റെ കൈകൊണ്ട് തന്നെ വന്നു. അതിനു മുൻപും സമാനമായ രീതിയിൽ പല സംഭവ വികാസങ്ങൾ. ഇതിനൊക്കെ ഇടയിൽ ഭാര്യ അല്ലെങ്കിൽ അമ്മ സ്വന്തം മകനെ കൊന്നതിന് ശേഷം തൂങ്ങി മരിക്കുന്ന അമ്മയെ കാണുന്നു. അവിടെ ജോലി ഇല്ലാത്തതാണ് പ്രശ്നമെന്ന് പറയുന്നു. അങ്ങനെ ഇതിന് മുൻപിൻ പരിചയമില്ലാതെ അല്ലെങ്കിൽ മുൻപിൻ ഒന്നും തന്നെ ഒരു ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാതെ സാധാരണ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ അത് സഹിക്കാൻ വയ്യാതെ ജീവനൊടുക്കുന്നവരുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കൂടി വരുന്നു എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇതിന് കൃത്യമായ നിയന്ത്രണമില്ലെങ്കിൽ നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി
കോടതി പ്രധാനമായും ഒരു നിരീക്ഷണം നടത്തിയിരുന്നു. ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് നടന്നു വന്ന പല കാര്യങ്ങളോടും എതിർപ്പുണ്ട്, അതൊന്നും തന്നെ സഹിക്കാൻ കഴിയാത്തവയാണ് എന്ന്. അതിലൊന്നാണ് ഇത്തരത്തിലുണ്ടാകുന്ന പല വീട്ടിലെ പ്രശ്നങ്ങളും. ഇതിന് കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലോകത്ത്, നമ്മുടെ തൊട്ടടുത്ത് ഇത്തരത്തിലുള്ള പല കൊലപാതകങ്ങളും ആത്മഹത്യകളും ഉണ്ടാകാൻ അധിക സമയം വേണ്ടിവരില്ല എന്നുള്ള സൂചനകൾ കൂടിയാണ് ഇത്തരം വാർത്തകൾ തരുന്നത്.